ഇത് സിനിമയുടേതായിട്ടുള്ള ഒരു വ്യക്തിമുദ്ര ലോക സിനിമയിൽ പതിപ്പിച്ച ഒരു വ്യക്തിയാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് സിനിമയ്ക്കകത്തേക്ക് അതിൻ്റെ ഗ്രാമർ, അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ഈസ്തെറ്റിക്സ്, അതിൻ്റെ പല ഘടകങ്ങൾ, ഇങ്ങനെയുള്ള ഒരു കോമ്പോസിഷൻ, ഒരു വ്യാകരണം, സിനിമയുടെ ദൃശ്യ വ്യാകരണം, സിനിമയുടെ ഭാഷ, അത്തരം കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നു. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് സ്വയംവരത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. സ്വയംവരത്തില് ഇന്ത്യൻ നിയോറിയലിസം, ഇറ്റാലിയൻ നിയോറിയലിസ്റ്റിന്റെ ഒക്കെ ഒരു കാലം കഴിഞ്ഞ് ഇന്ത്യൻ നിയോറിയലിസ്റ്റിന്റെ ഒരു തുടക്കം ഇടുന്നു. സത്യജിത്തായി ആധ, പിന്നീട് നമ്മുടെ മലയാളത്തില് ഏകദേശം ഒരു നിയോറിയലിസ്റ്റിക് ശൈലി അതിനകത്ത് കൊണ്ടുവന്നു. മലയാളത്തിലെ ഒരു നവതരംഗ സിനിമയ്ക്ക്, യഥാർത്ഥ സിനിമയുടെ, യഥാർത്ഥ ദൃശ്യങ്ങളുടെ, യഥാർത്ഥ അനുഭവത്തിന്റെ ഒരു യാഥാർത്ഥ്യ പ്രതീതി സിനിമയിൽ കൊണ്ടുവന്നു. അപ്പൊ ഒന്ന് നിയോറിയലിസ്റ്റിക് രീതിയെ കുറിച്ചുള്ള കാഴ്ചപ്പാട്, മറ്റൊന്ന് സ്വയംവരത്തിൽ ഉപയോഗിച്ചിട്ടുള്ള പല ദൃശ്യങ്ങളും യഥാർത്ഥ ദൃശ്യങ്ങളാണ്. നിയോറിയലിസം എന്ന് പറയുന്നത് ശരിക്കും ഈ രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞിട്ട് എല്ലാം നശിച്ച് അതിന്റെ ഒരു ശേഷിപ്പുകൾക്കിടയിൽ മനുഷ്യൻ ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു സ്ട്രഗിളാണ് ഇതിന്റെ പശ്ചാത്തലം. ഇറ്റലിയിലെ സിനിമ ഈ ക്ലാസിക്കൽ മ്യൂസിയം എന്ന് പറയുന്ന പടമാണ് ശരിക്കും അതിന്റെ എല്ലാ ലക്ഷണവും തരുന്ന സിനിമ. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു റേയുടെ പടത്തെപ്പറ്റി ന്യൂ റിയലിസ്റ്റിക് എന്നൊക്കെ പറയാറുണ്ട്. അത് ശരിയല്ല. പ്രത്യേകിച്ച് റേയുടെ പഞ്ചായത്തി മുതലായിട്ട് പടങ്ങളും അത് 1910-കളിൽ വിഭൂതിഭൂഷൺ എഴുതിയ ഒരു നോവലാണ്. ഒരു നിർധനനായ ബ്രാഹ്മണൻ, ഒരു പുരോഹിത ബ്രാഹ്മണന്റെ അയാളുടെ കൊച്ചു കുടുംബത്തിന്റെ കഥയാണ് അത് പറയുന്നത്. അതിലൊരു നിയോറിയലിസം ഇല്ല. അത് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഈ നിരൂപകര് എഴുതി അത് നശിപ്പിച്ചിരിക്കുകയാണ്. വേറൊരു തരം റിയലിസം ഉണ്ടാകുകയാണ് ഈ യുദ്ധത്തിന്റെ ഫലമായിട്ട്. ജീവിതങ്ങളൊക്കെ കംപ്ലീറ്റ്ലി കൽപ്പണമായിട്ട് ആ അവസ്ഥയിൽ എങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കാൻ വേണ്ടിയുള്ള അവന്റെ സ്ട്രഗിളാണ് ശരിക്കും പറഞ്ഞത്. ഇതിലും ആ ചിത്രത്തിലും ശില്പിയിലും നമ്മൾ കാണും. അതിന് കുറേയധികം പടങ്ങൾ. അതിന് മാറിയത് ശരിക്കും ബെല്ലിനിയുടെ ലാസ്ട്രാഡ എന്ന് പറയുന്ന പടം. അത് ന്യൂറിയലിസ്റ്റിക് അല്ല ശരിക്കും പറഞ്ഞത്. അത് ശരിക്കും തെരുവിലെ ജീവിതമൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷേ ന്യൂറിയലിസം അല്ല. പടങ്ങൾ വല്ലതും ആണെങ്കിൽ തന്നെ അത് ന്യൂറിയലിസം അല്ല, അതൊരു ലിറിക്കൽ റിയലിസമാണ് ശരിക്കും പറഞ്ഞത്. സാധാരണ ജീവിതത്തിൽ തന്നെ കാവ്യാത്മകമായിട്ടുള്ള ഒരു ചിത്രീകരണം അദ്ദേഹത്തിന്റെ. ന്യൂറിയലിസ്റ്റിക് സ്റ്റൈലാണോ ഞാൻ എന്റെ പടം ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, റിയലിസ്റ്റിക്കാണ്. റിയലിസം എന്ന് പറഞ്ഞാലും ഈ ഇങ്ങനെ യാഥാർത്ഥ്യത്തെ ഒപ്പിട്ടെടുക്കുന്നതല്ല. സിനിമയുടെ ഉള്ളു കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യം കാണിച്ചേ പറ്റുള്ളൂ. ഭാഗ്യത്തിൽ കൂടി ഉള്ളിലേക്ക് ഒരു പ്രവേശനം കൊടുക്കുക, അതാണ് ശരിക്കുള്ള ട്രീറ്റ്മെന്റ്. അതിന് ഇത് പല സിനിമകളിലും പറ്റുന്നത് ഈ ഭാഗ്യത്തിനപ്പുറമൊന്നുമില്ല. ഇവിടെ നമ്മൾ പ്രേക്ഷകനെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് അതിന്റെ ഒരു ഉള്ളിലുള്ള യാഥാർത്ഥ്യത്തിലേക്കാണ്, പുറമെ കാണാത്ത യാഥാർത്ഥ്യത്തിലേക്കാണ്. അതിനുവേണ്ടി പുറമേ ഉള്ള സംഗതികളൊക്കെ ഉണ്ട്. പക്ഷെ അത് നയിക്കുന്നത് ഈ ഉള്ളിൽ കിടക്കുന്ന അതുവരെ ജ്ഞാതമല്ലാത്ത ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ പടങ്ങളിലെ ട്രീറ്റ്മെന്റ്. അതുപോലെയാണ് ചെയ്തത്. റേയുടെ പടത്തിൽ നിന്ന് എന്റെ റിയൽസത്തെ വ്യത്യാസം ഞാൻ കാവ്യാത്മകമായിട്ടല്ല എന്റെ പടം. കാരണം എനിക്ക് കേരളത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ കവിത വരത്തില്ല. കുറച്ച് നമുക്ക് വലിയ അതിർത്തിയും പിന്നെ ചില കാര്യങ്ങളിൽ ദോഷവും ഇങ്ങനെയൊക്കെയുള്ള ഇതൊക്കെയാണ് നമുക്ക് പിന്നീട് ഉണ്ടാകുന്നത്. പിന്നെ നമ്മുടെ രാഷ്ട്രീയം ഒന്നും വരാതിരിക്കാൻ പറ്റുകയില്ല. അത് എത്രമാത്രം പിന്നെ പുറത്തോട് നിൽക്കുന്ന രാഷ്ട്രീയമാണെങ്കിലും രാഷ്ട്രീയമുണ്ട് നമ്മുടെ ജീവിതത്തിൽ, കേരളീയ ജീവിതത്തിലുണ്ട്. പിന്നെ ഈ പ്രേമരം നടക്കുന്ന കാലമാണെങ്കിൽ 70-കളാണ്, 70-കളുടെ തുടക്കമാണ്. ആ കാലഘട്ടം എന്ന് പറയുന്നത്
രൂക്ഷമായ തൊഴിലില്ലായ്മയുടെ കാലമാണ്. അതാണ് എന്റെ ശരിക്കും ആ സിനിമയുടെ പശ്ചാത്തലം. അവിടെ പറയുന്ന കഥയാണെന്നുണ്ടെങ്കിൽ ഒരു പരസ്പര പ്രണയത്തിന്റെ, തീവ്രമായ പ്രണയത്തിന്റെയും അവര് ഒന്നിച്ചാൽ ഒരു പക്ഷേ ജീവിതം വളരെ സുന്ദരമായിരിക്കും എന്നുള്ള പ്രതീക്ഷയില്ല. പക്ഷെ അവരുടെ സ്വപ്നങ്ങളും യഥാർത്ഥത്തിൽ അവർ നേരിടേണ്ടി വരുന്ന യാഥാർത്ഥ്യങ്ങളും അതിൽ യാതൊരു ബന്ധവുമില്ല. റിയലിസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മള് എന്റെ ഉത്തരവാദിത്വം യാഥാർത്ഥ്യം ചിത്രീകരിക്കുക എന്ന് പറയും. ചിത്രീകരിക്കുകയല്ല, യാഥാർത്ഥ്യത്തിലേക്കുള്ള ഒരു യാത്രയാണ്. അവിടെ കള്ളമൊന്നുമില്ല, ഒരു കള്ളവും പറയുന്നു, സത്യം മാത്രമേ പറയുന്നു. അതുകൊണ്ടത് നമ്മുടെ ജീവിതത്തിനെ ഒപ്പിയെടുക്കുകയാണെന്നൊക്കെ തോന്നാമെങ്കിൽ അത് ഒപ്പിയെടുക്കുന്നതല്ല. എന്താണ് ഒരു പ്രധാനപ്പെട്ട ഒരു കലാകൃതിയിൽ കലാകാരൻ ചെയ്യുന്നത് പ്രതലത്തിലുള്ള യാഥാർത്ഥ്യത്തെ നോക്കി അത് കോപ്പി ചെയ്യാൻ. അയാൾ സ്വീകരിക്കുന്ന ദർശനത്തിൽ കൂടി, അയാളുടെ വ്യൂവിൽ കൂടി അയാൾ തിരഞ്ഞെടുക്കുന്ന ദൃശ്യങ്ങളാണ്. പല ഷോട്ടുകളും ഈ റിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് ഷോട്ടുകൾ പലപ്പോഴും കടന്ന് ആ ജീവിതത്തിന്റെ ഭാഗമായിട്ട് തന്നെ അത് കണക്ട് ചെയ്ത് വരുന്നുണ്ട്. ഇവരുടെ ജീവിതത്തിന്റെ ഭാഗത്ത് ജനലിൽ കൂടെ നോക്കുമ്പോൾ അതിന് പുറത്ത്, റോഡിന്റെ പുറത്ത് പൂച്ച പോകുന്നു അല്ലെങ്കിൽ കാക്ക കരയുന്നു, അങ്ങനെയൊക്കെയുള്ള ദൃശ്യങ്ങൾ വരുമ്പോൾ പലപ്പോഴും അത് സൈമൾട്ടേനിയസ് ആയിട്ട് തന്നെ സംഭവിച്ചതായിട്ട് ചിലപ്പോൾ തോന്നില്ല. അപ്പൊ ആ രീതിയിൽ അത് സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടോ? സിനിമയ്ക്കകത്ത് ഇതിനെപ്പറ്റി ഞാൻ പറയുന്നുള്ളൂ. ഒന്ന് യാദൃശ്യമായിട്ട് വരുന്നതല്ല, നല്ല കൃത്യമായിട്ട് എല്ലാം അതിനകത്ത് പ്ലാൻ ചെയ്ത് അതിനകത്ത് വരുന്നതാണ്. ഒരെണ്ണം പോലും ഒരു മുൾപാട് കൊടുക്കുന്നതിന്റെ ഇടയ്ക്കൂടെ എന്തെങ്കിലും സംഭവിക്കുന്നതല്ല. അങ്ങനത്തെ സംഗതി ഇല്ല സിനിമയിൽ. മറ്റു സിനിമകളിലോട്ടോ ഇല്ലെന്ന് എനിക്ക് പറയാൻ വയ്യ. ഞാൻ എനിക്ക് ചെയ്ത് എല്ലാം കൃത്യമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് അങ്ങനെ പ്ലേസ് ചെയ്യുന്നതാണ്. അപ്പൊ അത് പൂച്ച അതിന്റെ മുകളിൽ കൂടെ നടക്കാൻ വേണ്ടി പൂച്ചയെ അവിടെ കൊണ്ട് വിടാനൊക്കെ പെട്ടപാടാന്ന് എനിക്ക് അറിയുള്ളൂ. ഈ കൊടിയേറ്റത്തിലേക്ക് കടന്നിട്ടില്ലെങ്കിൽ ഈ കൊടിയേറ്റത്തിലെ ഒരു പ്രത്യേകത, അതിനകത്ത് സാധാരണ ബിജിഎം ഉപയോഗിക്കാം, മ്യൂസിക് ഉപയോഗിക്കാറുണ്ട് ഫിലിമുകളിൽ നിറയെ. ഇപ്പൊ കൊടിയേറ്റത്തിലേക്ക് വരുമ്പോൾ അതിലൊരു വ്യത്യാസം അവിടെ കാണുന്നുണ്ട്. മാത്രമല്ല അതിന്റെ ഒരു ആംബിയൻസ്, ഗ്രാമീണമാണെങ്കിലും നിഷ്കളങ്കമാണെങ്കിലും ആ ക്യാരക്ടർ ഒരു നിഷ്കളങ്കമാണെങ്കിലും അത് വാസ്തവത്തില് കുടിയേറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അതിന് പകരം ഈ പ്രകൃതിയുള്ള ശബ്ദവിശേഷങ്ങളാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഞാൻ തന്നെ റെക്കോർഡ് ചെയ്തതാണ്. റെക്കോർഡ് ചെയ്താണ്. അതില് അധികം പേരും ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇല്ല എന്നുള്ള വിവരം പടം കണ്ടു കഴിഞ്ഞ് ഇറങ്ങി ആരെങ്കിലും പറയുമ്പോഴേ ഓർക്കണം. പടം കണ്ടുകൊണ്ടിരിക്കുക പോലെ ഓർമ്മിക്കുകയില്ല. പക്ഷെ നമ്മുടെ ചില ശീലങ്ങൾ നമ്മൾ സിനിമയെ സംബന്ധിച്ചുണ്ടാക്കിയിട്ടുണ്ട് പ്രേക്ഷകർ. കാരണം നമുക്കൊരാൾ സന്തോഷമായിരിക്കും ആ തരത്തിലുള്ളൊരു മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടിലേക്ക്, അല്ലെങ്കിൽ സങ്കടമാണെങ്കിൽ അതിനൊരു മ്യൂസിക്, ഇതിന് അറ്റ കൈക്ക് പാട്ട് തന്നെ പാടിക്കളയും. അങ്ങനെയാ നമ്മൾ ശീലം ചെയ്തു. അങ്ങനെയുള്ള ശീലങ്ങളിൽ നിന്നെല്ലാം മാറിയിട്ടാണ് ആ പടം. അതായത് അയാള് ലക്ഷ്യമില്ലാതെ നടക്കുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും അയാളെ പാവത്താനെന്ന് പറഞ്ഞാൽ അയാൾ തരം ക്ലവറല്ല, അത്രേ ഉള്ളൂ. സാമർഥ്യം കുറവാണ്, സാമർഥ്യം ഇല്ല. സാധാരണ എല്ലാവരും പോലെ ഒരു നാട്ടുപുറത്തുള്ള ഒരു രീതി, നല്ല മനസ്സൊക്കെയുള്ള, അവിടെ ചീത്തയൊന്നും അല്ലാത്തൊരു കഥാപാത്രം, അത്രേ ഉള്ളൂ. അയാള് താനൊരു ഈ സമൂഹത്തിലെ ഒരു കാര്യമായ ഒരു വ്യക്തിയാണ് എന്നുള്ള ബോധം അയാൾക്ക് ഇല്ല. അത് കുറേശ്ശായിട്ട് അയാളിലേക്ക് വരും. അതിനെപ്പറ്റിയാണ് അയാളൊരു എന്റെ വ്യക്തിത്വം തിരിച്ചറിയുക. മറ്റേത് എത്രയോ പേര് ജാഥ പോകുന്ന കൂലിക്കാളിനെ സമ്പാദിച്ചിട്ടാണ് ആളുകൾ ജാഥ പോകുന്നത്. അതിനുള്ള വൈകുന്നേരത്തെ ട്രീറ്റ്മെന്റും ഉണ്ട്. അത് ഉദ്ദേശിച്ചാണ് പോകുന്നത്. അതിനൊക്കെ അപ്പുറത്തായിട്ട് അയാളൊരു നമ്പർ അല്ലാതെ ഒരു വ്യക്തിയായിട്ട് ഇന്ന വീട്ടിലെ ഇന്നവര് എന്നുള്ള രീതിയിലുള്ള ഒരു വകതിരിവിലേക്ക് അയാൾ വരുന്നതിനെ പറ്റിയാണ് മനസ്സിലാക്കുന്നത്.
പിന്നെ അയാള് പല പാഠങ്ങളും പഠിക്കുന്നുണ്ട് അതിനകത്ത്. ഇയാളുടെ ജീവിച്ചു തന്നെ പഠിക്കുന്നുണ്ട്. അയാളുടെ സ്വന്തം പെങ്ങളുടെ പെരുമാറ്റത്തിന്റെ നാട്ടുകാരുടെ ഇടയിൽ താൻ ഏറ്റവും പിന്നെ ബഹുമാനത്തോടും സ്നേഹത്തോടും കണ്ടിരുന്ന ഒരു ഏറ്റവും അടുപ്പമുള്ള ആ സ്ത്രീക്ക് സംഭവിക്കുന്ന ദുരന്തം ഇങ്ങനെ പലതുണ്ട്. പിന്നെ അയാള് പിന്നെ ലോറിയിലെ ക്ലീനറായിട്ട് പോകുന്ന കാലഘട്ടം, അപ്പോഴത്തെ ഇയാളെ ഗുരുവിന്റെ മൊത്തത്തിലുള്ള ഒരു ജീവിത ശൈലി, ഇതെല്ലാം ഇയാളെ കുറേശ്ശായിട്ട് ഇങ്ങനെയുള്ള ഒരു അതിലുള്ള ഒരു പരിക്കൻ യാഥാർത്ഥ്യം അയാളെ ഒരു വ്യക്തിത്വത്തിലേക്ക് കുറേശ്ശായിട്ട് കൊണ്ടുവരുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗമാണ് അയാൾ ഈ പിന്നെ ലോറിയിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഒരു ആറ്റിന്റെ കരയിലെ ഒരു സ്ത്രീ ഇരുന്ന് വസ്ത്രം കഴിയുകൊണ്ടിരിക്കും. അപ്പൊ അതിന്റെ അടുത്ത് അവരുടെ കൊച്ചു കളിച്ചോണ്ടിരിക്കാൻ ഇടയ്ക്ക് വെള്ളത്തിലൊക്കെ പോയി കളിക്കുക. ഇയാൾ കാണുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഇയാൾക്ക് പേടിയാവും. അയ്യോ കൊച്ച് വെള്ളത്തിൽ പോകാതെ ഓടിച്ചെന്ന് അതിനെ പൊക്കിയെടുത്ത് വെള്ളമൊക്കെ കൊണ്ട് വെച്ചിട്ട് അപ്പൊ അവർ കൊച്ചു കരയാൻ തുടങ്ങി. എന്താന്ന് വെള്ളത്തിൽ വന്നില്ല. ഇയാളൊരു ആൻസൈറ്റിയാണ്. അവര് വരുന്നത് ചുമ്മാ കളിച്ചോണ്ടിരുന്ന ഫസ്റ്റ് അതിനുള്ള ബഹളങ്ങളൊക്കെ വെച്ച് കരയിപ്പിച്ചു എന്നവർ പറയുന്നത്. അങ്ങനെ ഒരു അയാൾ വളരെ സീരിയസ് ആയിട്ട് ഇതിലേക്ക് കാണാൻ തുടങ്ങും. എലിപ്പത്തയത്തിലേക്ക് കടക്കുമ്പോൾ ഫ്യൂഡൽ കാലഘട്ടത്തിന്റെ ഒരു ഡിക്ലൈൻ സ്റ്റേജ് നമുക്ക് അതിനകത്ത് കാണാൻ കഴിയും. മറ്റൊന്ന് ഞാൻ അതിന്റെ ഗ്രാമർ ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് അതിന്റെ തുടക്കത്തിൽ വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കളർ സ്കീം കൊണ്ടുവരികയും പിന്നെ അയാളിലേക്ക് മാത്രം, ആ വീട്ടിൽ അയാളിലേക്ക് മാത്രമായിട്ട്, ഉണ്ണിയിലേക്ക് മാത്രമായിട്ട് കൊണ്ടുപോകുമ്പോൾ ആ കളർ സ്കീം എല്ലാം ഡിമ്മായിട്ട് ഒരു ഡാർക്ക് ടോണിലേക്ക് വരുന്നത് പോലെ ഇപ്പോൾ അതിന്റെ ഒരു കളർ സ്കീം അങ്ങനെ വരും. അതുപോലെ കളർ സ്കീമിന് വേറെയും കോസ്റ്റ്യൂംസിൽ ആ 3 സഹോദരിമാരുടെ കോസ്റ്റ്യൂംസിലും നീല, പച്ച, ചുവപ്പ്, അത് ആ കോസ്റ്റ്യൂംസിലും അത് പ്രകടമാണ്. പിന്നെ മറ്റൊന്ന് അതിന്റെ മ്യൂസിക് വളരെ അനാലജി ഉപയോഗിച്ചിട്ടുള്ള പോലെ തോന്നുന്നുണ്ട്. കാരണം ആദ്യം ഈ ഒരു എലിയെ കുടുങ്ങിയ എലിപ്പത്തായുമായിട്ട് കുളത്തിലേക്ക് അതിനെ മുക്കിപ്പെല്ലാം കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു മ്യൂസിക്, ഒരു തീം മ്യൂസിക് പോലത്തെ ഒരു മ്യൂസിക് കേൾക്കാം. ഇതേ മ്യൂസിക് തന്നെ പിന്നീട് ഈ സഹോദരി മരിച്ച് ആ ശവമഞ്ചുമായിട്ട് കൊണ്ടുപോകുമ്പോഴും ആ മ്യൂസിക് ഉപയോഗിച്ചിട്ടുള്ളതാണ്. പിന്നെ വീണ്ടും അതേ മ്യൂസിക് തന്നെ ലാസ്റ്റ് ഇയാളെ പൊക്കിയെടുത്ത് കുളത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ തമ്മിലുള്ള ഒരു സമവാക്യമാണ് ഈ എലികളും അവിടുത്തെ മനുഷ്യരും തമ്മിലുള്ള. എലികളെ പോലെ അവരും ട്രാപ്റ്റാണ് ആ വീട്ടിൽ. ആ അവസ്ഥയിൽ ട്രാപ്റ്റാണ്. വീടല്ല, ആ ഒരു അവസ്ഥയിൽ പെട്ടിരിക്കുന്ന ആളുകളാണ് അവർ. അവർ ഓരോരുത്തരായിട്ട് ഒരാൾ ഓടിപ്പോകും. അത് ഏറ്റവും ഇളയ അനിയത്തിയാണ്. പിന്നെ അവിടെ നിന്ന് രോഗം വന്നിട്ട് പിന്നെ ഒരുപക്ഷെ മരണത്തിലേക്കോ അല്ലെങ്കിൽ അവരുടെ ചികിത്സയിലേക്കോ പോകുന്ന സഹോദരി. ഇങ്ങനെ അയാള് ഇതിനൊന്നും വശപരനാകാതിരുന്ന ആളിനെ നാട്ടുകാരെ ഇളപ്പിച്ച് പോയി കൊണ്ടുവന്ന് ഇയാളാണില്ല ഉത്തരവാദിത്തമുള്ള മട്ടിൽ ഇയാളെ കൊണ്ടുവന്ന് കുളത്തിലേക്ക് കൊണ്ടുവന്നറിയാം. അപ്പൊ ഇവിടെ എല്ലാം തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ 3 യാത്രകളുണ്ട് എലികളെ കൊണ്ടുപോയിട്ടുള്ളത് ഈ പിടിച്ചുകൊണ്ട് പോകും. അതുപോലെ തന്നെ 3 പേരുടെ അത് ഏതാണ്ട് ഇത് തന്നെയാണ്. ഈ എലികളെ അതിനകത്ത് വിട്ടുപോയ എലികളെ പോലെ തന്നെയാണ് ഇവർ. ആ പരിസ്ഥിതി പ്രത്യേക അവസ്ഥയും വന്നുപോയ അനാലജി ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കളറ് വളരെ പ്രധാനപ്പെട്ട ഞാൻ ആദ്യത്തെ കളർ ഫിലിമാണ്. എന്റെ മറ്റേ 2 ഭാഗ്യമേറ്റായിരുന്നു. അത് കഴിഞ്ഞ് ആദ്യമായിട്ട് കളർ ഫിലിം എടുക്കുന്നത്. അപ്പൊ കളറ് വളരെ പിന്നെ സാർത്ഥകമായിട്ട് ഉപയോഗിക്കണമെന്നുള്ള ഈ ഒരു നിശ്ചയമുണ്ടായിരുന്നു. എന്റെ ഭാഗമാണ്. കാരണം ഈ ഏറ്റവും ഇളയ സഹോദരിക്ക് ചുവപ്പിന്റെ ഷെയ്ഡുകൾ കൊടുത്തു. ഈ നടുക്കുള്ള സഹോദരിക്ക് നീല നിറം കൊടുത്തു, നീല കളറിനുള്ള അതിന്റെ തന്നെ ഷെയ്ഡ്സ്. കാരണം അവര് ഈ ചുവപ്പിന്റെ അർത്ഥം യുവത്വവും പിന്നെ ഫ്രീഡവും പിന്നെ ഈ പരിസ്ഥിതിയോട് ഉള്ള ഒരു ചെറിയ പിന്നെ പിണക്കവും ഇതൊക്കെയാണ് അതിലെ യൂത്തിന്റെ അത് കൊടുത്തിരിക്കുന്നത്. ഈ നീലയ്ക്ക് അതൊരു സൗമ്യതയും ഉയർച്ച ഒരു
പിന്നെ നന്മയും അതേസമയം അതിനുള്ള ധൂമമാണ്. പിന്നെ ഈ വീട്ടിൽ കഴിയാല്ല പുറത്ത് താമസിക്കുന്നവരാണ് മൂത്ത സിസ്റ്റർ. അവർക്ക് പച്ചപ്പടി, അവർ വളരെ പ്രാക്ടിക്കലാണ്, വളരെ പ്രായോഗികതയാണ് അവരുടെ കഷ്ടമാണ്. ഈ 3 കളറും കൂടെ, ചുവപ്പും നീലയും പിന്നെയുള്ള കളറ്, പിന്നെ പച്ച, ഈ 3 കളറും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെള്ളം കിട്ടും. ഈ സഹോദരങ്ങൾ ചെയ്യും. അതാണ് ഉള്ളി കൊടുത്തിരിക്കുന്നത്. പക്ഷെ അവിടെ ഒരു വ്യത്യാസം ഇരിക്കുന്നത്, അയാളുടെ പിന്നെ ഈ മുകളിൽ നിന്ന് താഴോട്ട് വരകളുള്ള അത് റെസ്റ്റ്ലെസ്നെസ് കാണിക്കുന്നതാണ്. ശരിക്കും റെസ്റ്റ്ലെസ്നെസ് ആണ്. ഇത് രക്ഷീനമായിട്ടായിരുന്നെങ്കിൽ പിന്നെ അയാളുടെ ഒരു ശാന്തിയുടെ ഇതാണ്. നേരെ തിരിച്ചാണ്. അപ്പൊ അയാളുടെ ഒരു റെസ്റ്റ്ലെസ്നെസ് ആണ് വരയോട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ വെള്ളയും അവരെ അങ്ങനെയാണ് കളക്റ്റീവ്. അങ്ങനെ അനന്തരത്തിന്റെ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാല് അതിന്റെ സ്ട്രക്ചർ, ആ സ്ട്രക്ചറിനകത്ത് കുട്ടിക്കാലവും സമാന്തരമായ കാലവും സമകാലവും ഉണ്ട്. അപ്പോൾ ഇതിന്റെ ഈ പടികൾ എണ്ണുന്നത് ഇപ്പൊ 1, 3, 5, 7, 9 എന്നുള്ളത് അതേ പടികൾ തന്നെ 2, 4, 6, 8 ആ ഒരു അപ്പം ഇത് 2 ധുണ്ണങ്ങളെ അല്ലെങ്കിൽ 2 ഘട്ടങ്ങളെ അല്ലെങ്കിൽ അതെങ്ങനെ സമന്വയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു, ശരിക്കും പറഞ്ഞാല് ആ സിനിമയുടെ ട്രീറ്റ്മെന്റിലേക്കുള്ള ഒരു താക്കോലാണ്. ഒന്നില് ഈ കഥയിലെ അയാൾ പറയുന്ന കഥയിലെ ആദ്യത്തെ കഥ ഒരു എക്സ്ട്രോവർട്ടിന്റെ കഥയാണ്. അയാളുടെ ജീവിതത്തില് കള്ളമൊന്നും അയാൾ പറയുന്നില്ല, ഉള്ള കാര്യം തന്നെ പറയുന്നത്. പക്ഷെ അയാൾ തിരഞ്ഞെടുക്കുന്ന സംഭവങ്ങൾ, അയാൾക്ക് പറയാൻ തിരഞ്ഞെടുക്കുന്ന സംഭവങ്ങൾ ഇയാളൊരു മിടുക്കനായിരുന്നു എന്ന് കുറച്ച് എക്സാജറേഷനോട് കൂടി തന്നെ, അതിശയോക്തിയോട് തന്നെ പറയുന്ന ഒരു ഭാഗമാണ്. അയാൾ പഠിക്കാൻ മിടുക്കനായിരുന്നു. ക്ലാസ് താമസിച്ചു വന്നത് അവസാനം മറ്റുള്ളവരെല്ലാം ഉത്തരവില്ലാതെ എണീച്ചിരിക്കാൻ പറയുമ്പോൾ ഇയാളുടെ ഉത്തരം പറഞ്ഞിട്ട് അയാൾ പോയി ഇരിക്കും. ഇങ്ങനെയൊക്കെയുള്ള അയാളുടെ ഒരു മൊത്തം ഒരു വീട്ടുപറച്ചിലാണ്. ഓട്ടത്തിനാണെങ്കിലും അയാൾ എല്ലാവരും കൂടെ ഓടി, പക്ഷെ ഇയാളെ കൂടെ എത്തത്തില്ല അവർ. അതുകൊണ്ട് അയാൾ ഒന്നുകൂടെ പുറകോട്ട് ഓടിക്കും, പിന്നെ ഉണ്ടാവുള്ളൂ. പക്ഷെ ആ കളി വേണ്ടെന്നാണ് അയാൾക്ക് ട്യൂഷൻ ഇയാൾ മാസ്റ്റർ പറയുന്നത്. അപ്പൊ അങ്ങനെ അയാളുടെ അതിശയോക്തികളിലൂടെ കലർന്ന അയാളുടെ കഥയാണ് ആദ്യ സംഭവം പറയുന്നത്. പക്ഷെ അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ഏറ്റവും മിടുക്കനായതുകൊണ്ടും ഒരു സാധാരണക്കാരിൽ നിന്നൊക്കെ ഉയർന്ന നിലയിൽ നിൽക്കുന്നതായതുകൊണ്ട് അയാൾക്കെതിരായിട്ട് എല്ലാവരും ഇങ്ങനെ കണ്ണായ്വ് ചെയ്തു. അയാളെ ഇങ്ങനെ ഒരു വല്ലാത്തൊരു മനോവിഭ്രാന്തിയുടെ ഈ അവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തിയത് അങ്ങനെയാണ് എന്നാ പറയുന്നത്. ആ കഥ കൊണ്ട് തീരുന്നില്ല. പക്ഷേ പിന്നീട് യാഥാർത്ഥ്യം ഒന്നു തന്നെ ആയിരിക്കെ അതിനെ പിന്നെ വേറെ രീതിയിൽ അളക്കുന്നത്. അതാണ് അയാൾ 1, 3 പിടിക്കുന്നത്. 1, 4, 1, 2, 4, 6, 8 അല്ല, 1, 3 മാറിപ്പോകും. അത് അതേസമയം ഈ പടികളുടെ യാഥാർത്ഥ്യം അവിടെ തന്നെ ഇതിനെ അളക്കുന്ന രീതി മാത്രമേ വ്യത്യാസം. അപ്പൊ അത് ഈ രണ്ടാമത്തെ കഥയിൽ അയാൾ പറയുന്ന കഥയിലും ഞാൻ മുഴുവൻ പറഞ്ഞില്ല, ഇനിയുണ്ട് കഥ എന്ന് പറയുന്ന കഥ ഒരു ഇൻട്രോവത്തിന്റെ കഥ. അത് ഞാൻ വളർന്നു വന്ന അവസ്ഥയില് കള്ളവും പിന്നെ ഭാവനയും തമ്മില്, സത്യവും ഭാവനയും തമ്മില് തിരിച്ചറിയാൻ വയ്യാത്ത രീതിയിലാണ് ഞാൻ വളർന്നത്. എന്നെ വളർത്തിയവരാണെങ്കിലും 2, 3 വൃത്തിയന്മാരുള്ള വീട്ടിൽ ഓരോരുത്തരും അവരുടെ കൃത്യം എന്താണോ അതിന് നേരെ എതിരെ അവരെല്ലാം പ്രവർത്തിക്കുന്നത്. കുക്കാണെന്നുണ്ടെങ്കിൽ അയാൾ പാചകം ചെയ്തൊക്കെ അധികം അയാൾ തന്നെ കഴിക്കുന്നു. പിന്നെ അവിടുത്തെ അവിടെ ഈ ഡോക്ടറുടെ അസിസ്റ്റന്റായിട്ട് എനിക്ക് കമ്പൗണ്ടറാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും അത്യാവശ്യത്തിന് മുറിവ് വെച്ച് കെട്ടാൻ വന്നാൽ പോലെ അയാളെ ഉറക്കത്തിന് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അയാളെ ആട്ടി ഓടിക്കുകയാണ്. പിന്നെ ഡ്രൈവറാണെങ്കിൽ അയാൾ എപ്പോഴും കാർ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാൾ ഒരിക്കലും ഓടിക്കുന്നതായിട്ട് അവിടെ കാണുന്നില്ല. ഇങ്ങനെയുള്ള അവനവന്റെ പ്രവൃത്തി എന്താണോ അതിന്റെ എതിരേടി പൊക്കൊണ്ടിരിക്കുന്ന 3 വ്യക്തികളാണ്. എന്നിട്ട് അവർ വൈകുന്നേരവും രാത്രികാലങ്ങളിൽ അവരുടെ പരിപാടി അവർ പ്ലാൻ ചെയ്ത ഒരു സ്ത്രീ അവിടെ കൊണ്ടുവരുന്നു.
അപ്പൊ പയ്യൻ നോക്കുമ്പോഴത്തേക്ക് ഒരു അപാര ഇതുകൂടെ അവർ യക്ഷിയാത് അവർ കൊച്ചിനായിരിക്കും ഉള്ളതായിരിക്കും യക്ഷിയാത്. രാത്രി കാലങ്ങളിൽ അതുപോലെ പിന്നെ ഒരു സ്വല്പം ഈ ഹൗസ് ക്ലാസ്സിനകത്താണ് പിന്നെ ചാരായ ഒഴിച്ച് അവർ കഴിച്ചോണ്ടിരിക്കുന്നത്. ഇതെന്തോന്ന് ചോദിക്കുമ്പോഴേ ഇത് ഞങ്ങളുടെ രോഗം മാറാനുള്ള പിന്നെ മരുന്നാണ് എന്ന് പറയും. എന്തോന്ന് രോഗം? ഞങ്ങളുടെ വിഷമം മാറാനുണ്ട്. എനിക്ക് അപ്പൊ കൊച്ചൻ പറയാം എനിക്കും ഒക്കെ വിഷമമൊക്കെ എനിക്ക് ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ ഈ ഉള്ള യാഥാർത്ഥ്യത്തിന് വേറൊരു ലെവല് കൊടുത്തിട്ടാണ് അത് വരുന്നത്. അപ്പൊ അങ്ങനെയാണ് അയാളുടെ സഹോദരൻ ആണെന്ന് ചോദിച്ചാൽ അല്ല. അതേസമയം അയാളുടെ വളർത്തച്ഛന്റെ മകനാണ് ജ്യേഷ്ഠൻ എന്ന് പറയുന്നത്. അയാളുടെ വിവാഹം തൊട്ട് കഴിച്ചുകൊണ്ടിരുന്ന സ്ത്രീയെ കണ്ടപ്പോൾ വല്ലാത്ത ഒരു അട്രാക്ഷൻ, അവരോട് വല്ലാത്തൊരു അടുപ്പം തോന്നുന്നതാണ്. സാധാരണ രീതിയിൽ നടക്കുന്നതല്ല ജ്യേഷ്ഠൻ കല്യാണം കഴിക്കുന്ന സ്ത്രീയോട് പ്രണയം തോന്നുക എന്ന് പറയുന്നത് തീരെ സമൂഹം സമ്മതിക്കാത്ത കാര്യമാണ്. അപ്പൊ പിന്നെ അയാൾ ഒരു സ്വയം ഉണ്ടാക്കുന്ന ഒരു കഥയാണ്. നേരത്തെ അവർ വളരെ പ്രണയമായിരുന്നു, ഇങ്ങനെ അവസാനം കാണാതെ പോയെന്ന്. നമ്മളാണ് ഇപ്പൊ വേറൊരു പേരിൽ ഇവിടെ വന്നിരിക്കുന്നതൊക്കെ അത് തന്നെയല്ലയോ ഇത് എന്ന് പറയുന്ന സന്ധിയിലോട്ടാണ്. അപ്പൊ അങ്ങനെ ഒരു ഈ നമ്മള് ഇൻട്രോവേർട്ട് ആവുന്നതോടുകൂടി നമ്മൾ കുറച്ചുകൂടെ ആക്റ്റീവ് ആവും നമ്മുടെ ഈ ഫാന്റസികൾ. വിധേയനിലേക്ക് എത്തുമ്പോഴാണ് ഈ ഡോമിനൻസ് ആൻഡ് എക്സ്റ്റിങ്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഈ ഡോമിനൻസിന്റെ ഒരു ടെററും അതേപോലെ തന്നെ മനുഷ്യൻ സ്ലേവ് ആയിത്തീരുന്ന ഒരവസ്ഥ. ഈ രണ്ട് ദ്വന്ദ്ങ്ങൾ അതിന്റെ രണ്ട് രീതികൾ അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ടെറർ ഉള്ളത് കൊണ്ട് മാത്രമാണോ സ്ലേവറി വരുന്നത്, അല്ലെങ്കിൽ സ്ലേവറി ഉള്ളത് കൊണ്ടാണോ ടെറർ വർദ്ധിക്കുന്നത് എന്നുള്ള ഒരു അരുത് അല്ലെങ്കിൽ പാടില്ല ഇല്ല എന്ന് പോലും പറയാനുള്ള ധൈര്യം അവർക്ക് ഇല്ലാതെ പോയത് കൊണ്ടാണ്. അയാളുടെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ഇമിഗ്രന്റ് ആയിട്ടാണ്, അവിടുത്തെ ഒരു വിധേയനായ ഒരു തൊഴിലാളി വെച്ചാൽ ഒരു കർഷക തൊഴിലാളിയായിട്ട് അടുത്തിരിക്കും പറഞ്ഞാലുള്ള അപ്പൊ അയാളുടെ ഒരു പട്ടേൽ എന്ന് പറഞ്ഞ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു വ്യക്തി അയാളുടെ എന്തെങ്കിലും ആവശ്യപ്പെടുമ്പോൾ അതിനെ നിഷേധിക്കാനുള്ള ധൈര്യമില്ല. മറുഭാഗത്ത് കൃത്യമായ വിധേയത്വം കാണുന്നത് കൊണ്ടാണ് ഈ അധികാരം അതിന്റെ പ്രമത്തതയിലേക്ക് പോകുന്നത്. അപ്പൊ അധികാരത്തിന്റെയും വിധേയത്വത്തിന്റെയും രണ്ടിനെയും കൂടെ ചേർന്നിട്ടുള്ള ഒരു ശരിക്കും പറഞ്ഞാൽ ആ ഒരു ബ്ലെൻഡ് തമ്മിലുള്ള ഒരു പരസ്പര പൂരകത്വമുണ്ട്. മതിലുകളിൽ ഈ വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ ആയിട്ടുള്ളത് അത് വിസിബിളായി അല്ലെങ്കിൽ അതിന് വളരെ പ്രസന്റ് ആയിട്ട് വരികയും അപ്പൊ വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ ഒരു മെത്തേഡിലൂടെയുള്ള ഒരു സ്ട്രക്ചർ പലപ്പോഴും അതിൽ പോയിട്ടുണ്ട്. പിന്നെ അതിന്റെ ആ പ്രമേയം നോക്കിക്കഴിഞ്ഞാൽ ആ കാലത്ത് ബെർലിൻ മുതലൊക്കെ പൊളിക്കുന്ന ഒരു സമയം കൂടിയാണ്. വായിക്കുന്നവരുടെ ഇടയിൽ ഇത് വലിയ 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 വിചാര വിപ്ലവം ഉണ്ടാക്കിയ കഥയായിരുന്നു. കാരണം എല്ലാവർക്കും അത് കഥ ഇഷ്ടമാണ്. എല്ലാവരും വളരെ ഹൈലി ഫാസിനേറ്റഡ് ആയി കഥയിൽ, ഞാൻ ഉൾപ്പെടെ. 67-ലാണ് കഥ ബാലകൃഷ്ണന്റെ കൗമുദി ശിലാപ്രതിയിലുണ്ട്. അത് ഒരുപാട് പേര് അതിൽ ആകൃഷ്ടരായി. കഥയിൽ ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് അദ്ദേഹത്തിന് പോയിട്ട് പലരും അദ്ദേഹത്തിന് കഥ വാങ്ങിക്കുകയൊക്കെ ചെയ്തു. ഒടുവില് സിനിമ എടുക്കാനുള്ള പ്രിപ്പറേഷനൊക്കെ ആയി വന്ന് അവസാനം ഒരു പ്രൊഡക്ഷന്റെ സ്റ്റേജ് പോയപ്പോഴത്തേക്ക് ആളുടെ വേണ്ടെന്ന് വെച്ചു. കാരണം നായികയില്ലാത്ത സിനിമ ചിന്തിക്കാൻ വയ്യ, അങ്ങനെ പൊക്കോണ്ടിരുന്നതാണ്. ഏറ്റവും അവസാനം അത് വാങ്ങിയിരുന്നത് കൊല്ലത്തെ രവീന്ദ്രനാഥ് നായരാണ്. അദ്ദേഹം അത് ചെയ്യാനൊക്കെ പ്ലാനൊക്കെ ഇട്ടു. അങ്ങനെ അതങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥ കിടക്കുമ്പോഴാണ് ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു. കാരണം ഈ ദൂരദർശന് ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഉടനെ അവര് ആവശ്യപ്പെട്ട ഉടനെ തന്നെ ഒരു പടം എടുക്കാൻ തക്കവണ്ണം എൻ്റെ മെറ്റീരിയൽ ഒന്നും ഉണ്ടായിരുന്നില്ല എനിക്ക്. അതുകൊണ്ട് ഞാൻ എനിക്ക് ഒരു ഐഡിയ തോന്നി. അതായത് ഈ പടത്തിനകത്ത് നായികയെ കാണിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഇവരെല്ലാം
മാറുന്നു. മാറിപ്പോയത്. പിന്നെ ചിലര് സ്ക്രിപ്റ്റ് എഴുതിയവർ വേറൊരു അതിബുദ്ധി കാണിച്ചു. ഓരോ തവണയും ബഷീർ ഇവിടെ നിന്ന് അവരോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഇമാജിൻ ചെയ്യുന്നത് ഓരോ വിവിധ സുന്ദരികളായ വിവിധ നായികമാരെ ആണ് ഇവർ കാണിക്കാൻ പോകുന്നത്. ബഷീർ തന്നെ എന്നോട് ചോദിച്ചു, ആരാ അഭിനയിക്കുന്നത് നാരായണിയായിട്ടെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ആരും അഭിനയിക്കുന്നില്ല. അപ്പൊ സിനിമ നന്നാവുമല്ലോ എന്നാ പറഞ്ഞത്. അത് തന്നെയായിരുന്നു എനിക്ക് എന്റെ ചലഞ്ച്. അതായിരുന്നു. അങ്ങനെ നായിക കാണുന്നില്ല, അത്രേ ഉള്ളൂ. പക്ഷെ അതേസമയം അവര് കാണാത്ത നായിക വളരെ വലിയൊരു പ്രധാനപ്പെട്ട കഥാപാത്രമായിട്ട് മാറുകയാണ്. അതാണ് നമുക്ക് ഈ, കാരണം ആ സ്ത്രീയെ ഒരു കണ്ടിട്ടില്ല, ഇയാൾ കണ്ടിട്ടില്ല. അവരെങ്ങനെ ഇരിക്കുമെന്ന് അറിയാൻ വയ്യ. പക്ഷെ അവരുടെ സംഭാഷണത്തിൽ മുഴുവൻ നല്ല ഒരു തെറിച്ച പെണ്ണിന്റെ സംഭാഷണമാണ് മറുവശത്ത് വരുന്നത്. ഏതാണിനെ പിന്നെ വീഴിക്കാനുള്ള അതിനുള്ള ശക്തിയുള്ള സംഭാഷണം, അതിന്റെ ഇന്റർനേഷൻസും പറയുന്ന രീതിയും എല്ലാം പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ളതാണ്. ഈ ബഷീർ ഭ്രമിച്ചു പോകുന്നുണ്ട് ശരിക്കും. കാരണത്ത് ഈ വളരെ ഏകാന്തതയിൽ ഒരുപാട് കാലമായിട്ട് കഴിയുകയാണ്. കൂട്ടുകാർ പോലും ഇല്ല. ചെടിയും അങ്ങനെ കഴിയുമ്പോഴാണ് അത് ചെടിയോട് റോസാപ്പൊക്കെ സംസാരിച്ച് കഴിയുന്ന ഒരു കാലമാണ് അണ്ണന്മാര് കേട്ട്. അത് പെട്ടെന്ന് ഒരു വലിയൊരു പുതിയ ലോകം തന്നെ മുമ്പിൽ തുറക്കുന്നത് പോലായിരുന്നു. ഈ ശബ്ദം കേൾക്കുന്ന ആരാ അവിടെ ചോദിക്കുന്നത് സഡൻ സർപ്രൈസാണ്. കാരണം സന്തോഷവുമുണ്ട് അതിലൊരു. അങ്ങനെ ഞാനിവിടെ ഇന്നാരാണ്. അപ്പൊ അങ്ങനെ അവരെ ശരിക്കും പറഞ്ഞാൽ ഈ ശബ്ദത്തിന്റെ ഭംഗി അവരെ കണ്ടാൽ കാണണമെന്നില്ല. ബഷീർ പറഞ്ഞു വേറൊരു സത്യമുണ്ട്. ബഷീർ പറഞ്ഞു ശരിക്ക് ഇവിടെ കിടക്കുന്നത് കൊലക്കുറ്റത്തിനാണ്. ഭർത്താവിനെ ചെലവത്തടി വെച്ച് അടിച്ചാണ് വന്നത്. ഞാൻ മനഃപൂർവ്വം പറയാത്തതാണ്. പിന്നെ റൊമാൻസ് പോകും, ഇതിലെ റൊമാൻസ് പോകും. അവിടെ എന്തിനാണ് എങ്ങനെയാണ് കൊന്നതെന്നോ ഒന്നുമല്ല. അപ്പൊ കൊലക്കുറ്റമാണല്ലയോ എന്ന് ചോദിക്കുന്നു അദ്ദേഹം. ഇത്ര വർഷം എന്ന് പറയുമ്പോഴത്തേക്ക്. പക്ഷെ അത് നൈസായിട്ടൊക്കെ വിടുന്നു. അങ്ങനെ അതിന്റെ പിന്നിലൊരു യഥാർത്ഥ സ്ത്രീയും അവരുടെ കഥയും ഉണ്ട്. അപ്പൊ അവരേത് തരത്തിലുള്ള ഒരു സ്ത്രീയാണെന്നുള്ളതൊക്കെ അതിനകത്തുണ്ട്. അതാണ് പിന്നെ ഞാൻ ഈ പടം ഇന്ത്യക്ക് വെളിയിൽ പല ഫെസ്റ്റിവലിലും കാണിക്കുമ്പോഴേ സ്ത്രീകൾ തന്നെ എണീച്ച് ഇതിന്റെ അപ്രീസിയേഷൻ പറയും. അവര് ഒരിക്കലും റോട്ടർഡാമിലാണെന്ന് എൻ്റെ ഓർമ്മ. അപ്പോൾ ഒരു സ്ത്രീ എണീച്ച് പറഞ്ഞു, ഞങ്ങളൊക്കെ സൗത്ത് അമേരിക്കയിലെ ഒരു ഫിലിം മേക്കറാണ് സ്ത്രീ. അവരെണീച്ച് പറഞ്ഞു, ഞങ്ങളൊക്കെ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള എല്ലാ സംയോഗങ്ങളും കാണിക്കും. അത് അങ്ങനെ ഒന്നുമില്ലാതെ കാണുന്ന പോലും ഇല്ലാത്ത ഒരു സ്ത്രീയെ പറ്റി ഉള്ള സംഭാഷണത്തെ കൂടി അത്രയും അതിനേക്കാൾ കൂടുതൽ നമ്മളെ അനുഭവിപ്പിക്കുന്നുണ്ട് ഈ സിനിമ. ഇതെങ്ങനെ സാധിച്ചു എന്ന് ചോദിക്കും. ഞാൻ വളരെ വളരെ കൂളായിട്ട് പറഞ്ഞു, അത് എൻ്റെ ക്രെഡിറ്റ് പോകേണ്ടത് എഴുത്തുകാരനാണ് എന്നത്. അപ്പൊ അങ്ങനെ ഒരു സംഗതി ഉണ്ടത്. കാണാതിരിക്കുന്നത് കൊണ്ട് കൂടി അതിന്റെ ശക്തി കൂടുക. ഇൻവിസിബിൾ ആയിരിക്കുന്നതാണ് ശരിക്കും. അവര് നേരിട്ട് കണ്ടാൽ ചിലപ്പോൾ നിരാശയായി പോകും. പരസ്പരം എത്രയും തന്നെ എഫക്ട് ഉണ്ടാവില്ല. ബഷീറിന്റെ നോവലായി പറഞ്ഞിരിക്കുന്നത്, ബഷീറിനോട് ചോദിക്കുകയും ചെയ്യും. അത് അവസാനിക്കുന്നത് ഈ അവിടുന്ന് വിടുതൽ വാങ്ങി പുറത്ത് ജയിലിന്റെ പ്രധാന ഗേറ്റിന്റെ പുറത്ത് കയ്യിലൊരു ചുവന്ന റോസാപ്പൂവായിട്ട് ഇരിക്കുന്ന നായകനാണ്. നമ്മുടെ പടം അവസാനിക്കുന്നത് അങ്ങനെ അല്ല. കാരണം ഇയാൾക്ക് പിന്നെ വിടുതലിന്റെ ഓർഡർ വന്നു, മറ്റേ ജയിലർ വന്ന് കൊടുത്തു. അപ്പോഴ് അയാൾക്ക് പോകാമെന്ന് പറയുമ്പോഴത്തേക്ക് ഇദ്ദേഹം മറുവശത്തേക്ക് നോക്കുകയാണ്. അപ്പൊ അവിടെ ഇങ്ങനെ പതുക്കെ ഇയാള് വന്നതിന്റെ സൈൻ കാണിച്ചു ഈ ചുള്ളിക്കമ്പിങ്ങനെ മേലേക്ക് ഇറങ്ങി പൊങ്ങി താഴ്ന്നു. അപ്പൊ അതിങ്ങനെ നോക്കുന്ന അയാളുടെ കണ്ണ് നിറയുന്നു. അങ്ങനെയാണ് നമ്മളത് പടത്തി. അയാളുടെ കണ്ണ് നിറയുന്നു. അവളുടെ ഈ എറിയുന്ന നിറഞ്ഞ കണ്ണിൽ കൂടെ കാണുമ്പോൾ അതിന്റെ ബ്ലർഡായിട്ട് ഇങ്ങനെ പോകുന്നു. അങ്ങനെ അവസാനിക്കുന്നു. അതുകൊണ്ട് അത് സ്വാതന്ത്ര്യത്തെ പറ്റിയാണ്. അത് കാരണം ഈ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നോ അതുപോലെ നടക്കാത്തതാണ് അസ്വാതന്ത്ര്യം. നിങ്ങളുടെ ആഗ്രഹത്തിന് ഇപ്പോഴയാൾക്ക് ജയിലിൽ നിൽക്കാനാ താല്പര്യം. ഈ സമയം മോമെന്റിൽ ആ സമയത്താണ് ഇദ്ദേഹത്തിന് ഓർഡർ വരുന്നത്, യു ആർ ഫ്രീ നൗ. ഈ 4 പെണ്ണുങ്ങളില്
അതില് 4 സ്റ്റോറീസില് നിത്യകന്യക എന്ന് പറയുന്ന പോർഷനില് കടവിലേക്ക് ഇങ്ങനെ തോണി ആ വീട്ടിലേക്ക് വരുന്നു, അവിടുത്തെ മെമ്പേഴ്സ് പോകുന്നു. പിന്നെ ഇതിങ്ങനെ കടവ് എപ്പോഴും ഒരു 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 കാലത്തിന്റെയോ അല്ലെങ്കിൽ ഒരു അനാലജി പോലെ അത് അവിടെ വർക്ക് ചെയ്യും. ആ ഒരു സ്പേസ് നന്നായിട്ട് പലപ്പോഴും അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് ആ പോർഷനിൽ തന്നെയല്ല. പിന്നെ ഒടുവിലും ഈ അവിടുത്തെ അമ്മ മരിച്ചു കഴിഞ്ഞിട്ട് അവര് കുടുംബാംഗങ്ങൾ മക്കൾ പോകുന്നു. പിന്നെ വീണ്ടും മക്കളൊക്കെ ആയിട്ട് വരുന്ന ഒരു കാലത്തിന്റെ കുറെ കാലം കഴിഞ്ഞിട്ട് പോലും വീണ്ടും കാണിക്കുന്ന ആ ഫ്രെയിമിലേക്ക്, ആ കടവിന്റെ ഇതിലേക്ക്, ആ ഫ്രെയിമിലേക്ക് ഇങ്ങനെ വീണ്ടും വെള്ളം കയറി വരുന്നു. ഒരു കാലം അവിടെ കുറെ കടന്നുപോയി എന്നുള്ളതിന്റെ ഉണ്ട്. പിന്നെ ഒടുവിലും ഈ കടവിന്റെ അവിടേക്ക് വീണ്ടും അടുത്താണ് ഇവിടെ തിരിച്ച്. അപ്പം ആ അനാലജി അത് കൂടുതലായിട്ട് ആ കടവിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. ആ വാട്ടർ സ്റ്റാഗ്നന്റ് ആണ്, അവിടെ തടഞ്ഞു നിൽക്കുന്ന വെള്ളമാണ്. ഇതിങ്ങനെ ഒഴുകുന്നതല്ല. യഥാർത്ഥത്തിൽ സംഭവിച്ചെന്ന് കഴിഞ്ഞാൽ ഈ പിന്നെ അവിടെ റെയിൽവേക്ക് വേണ്ടി ലൈൻ ഇടാൻ വേണ്ടിയിട്ട് അളവിടാൻ വേണ്ടിയിട്ട് വെട്ടിപ്പൊക്കിയാ വെച്ചില്ല. അപ്പോൾ പല തോടുകൾ ഇടയ്ക്ക് അവിടെ കണക്ട് ചെയ്തിരുന്ന തോടുകൾ അടഞ്ഞുപോയി. അങ്ങനെ ഒരു തോടാത്. അതാണ് ഞാൻ ഉപയോഗിച്ചത് അതിന്റെ ബാങ്കിൽ. അപ്പൊ അതിലെ ഒരു സമയത്ത് അത് മുഴുവനും പായലുണ്ടാകുന്ന അറിഞ്ഞിരിക്കുകയാണ്. ആ പായൽ മുറിച്ചാണ് വെള്ളം വരുന്നതൊക്കെ. അതൊരു ഒരു ഒരു അതിനകത്ത് ഒരു ക്രിയേറ്റീവായിട്ട് ഉപയോഗിച്ചൊരു സിനിമയുടെ ആ ഗ്രന്ഥത്തിന്റെ ആ പ്രമേയത്തിന് ഒരുപാട് മീനിങ് അതിനകത്ത് ടൈം ഫാക്ടർ കൺട്രോൾ ചെയ്യുന്നു. ഈ പൊതുവെ മലയാള സിനിമയുടെ നമ്മുടെ ഗ്രാമർ അല്ല, വിഷ്വൽ ഗ്രാമർ, സിനിമയുടെ ഗ്രാമർ, വിഷ്വൽ ഗ്രാമർ വെച്ച് നോക്കുമ്പോൾ മലയാള സിനിമയിൽ ഇനി ഒരു പൊതുവെ അങ്ങനെ വിഷ്വൽ ഗ്രാമർ ഉപയോഗിക്കപ്പെടാത്തത് നമ്മുടെ ഒരു ഹാങ് ഓവർ കൊണ്ടിട്ടാണോ, പഴയതിന്റെ ഒരു ഹാങ് ഓവറിൽ നിൽക്കുകയാണോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പുതിയതിലേക്ക് പോകാനായിട്ട് അത് അക്സെപ്റ്റബിൾ ആവും അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിലേക്ക്? സിനിമയെ സംബന്ധിച്ചുള്ള പലരുടെയും ധാരണ കുറെ പേരിരുന്ന് കുറെ സംഭാഷണം നടത്തുന്നു. നാടകം അതെ, ശരിക്കും അതാണ്. ആ നാടകത്തിൽ നിന്ന് പോന്നിട്ടില്ല, നാടകത്തിൽ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ടില്ല. കാരണം സ്റ്റേജ് ഒരു 30 അടി അകലെ ഇരിക്കുന്ന സ്റ്റേജ് എല്ലാവരെയും കാണാവുന്ന അകലത്തിൽ ക്യാമറ വെച്ച് അതുപോലെ പോപ്പ് ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു സിനിമ. ക്യാമറയ്ക്കുള്ള പിന്നെ അതിന് സ്വന്തമായിട്ടുള്ള ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. ക്യാമറയുടെ ലെൻസ് മാറാം, അതിന്റെ ആംഗിൾ മാറാം, അതിന്റെ സഞ്ചാരപഥം മാറാം, എല്ലാ രീതിയിലും. അങ്ങനെ അതൊന്നും അങ്ങോട്ട് ശരിക്കും അതിന്റെ ആ മാധ്യമത്തിന്റെ പിന്നെ സ്വന്തമായിട്ടുള്ള ഒരുപാട് ഇതുപോലുള്ള ഫാക്കൽറ്റീസ് ഉണ്ട്, ഒരുപാടുള്ള സൗകര്യങ്ങളുണ്ട്. അത് ഉപയോഗപ്പെടുത്താറില്ല അതിന്റെ. അവര് ചെയ്യുന്നത് ഈ ഓഡിയൻസും അങ്ങനെ ശീലിച്ചു കഴിഞ്ഞു. ആളുകൾ പറയുന്ന ഡയലോഗാണ് പ്രധാനം. അവർ പറയുന്ന അത് വെച്ചിട്ടാണ് കഥ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഒരു ശീലമാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ആകാശവാണിയിലൊക്കെ പിന്നെ കൗണ്ടറായി കൊടുക്കുമ്പോൾ എല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയുന്നത്. കാരണം ഈ സംഭാഷണം ഉള്ളതിനകത്ത് എന്റെ ഒരു പടവും ആകാശവാണിക്കാർ തെരഞ്ഞെടുത്തിട്ടില്ല. അങ്ങനെ ഒരു സംഭാഷണം മാത്രം കേട്ട ആളുകൾ മനസ്സിലാവുന്നു, കണ്ടാലേ പറ്റുള്ളൂ. വിഷ്വൽ മീഡിയ, അതെ, വിഷ്വൽ ലാംഗ്വേജ്. അപ്പൊ അതിന്റെ ആ മാധ്യമത്തെ പറ്റി കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. കാരണം ഒരു സീക്വൻസിൽ നിന്ന് വേറൊരു സീനിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് അതിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഈ ക്ലാസിക്കൽ ധാര, സിനിമയുടെ ഈ ക്ലാസിക്കൽ ധാര, അതിന്റെ ഭാഷ, ദൃശ്യഭാഷ, അനന്ത സാധ്യത, അതിന്റെ ഭംഗി, ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മുടെ മലയാള പ്രേക്ഷകർ കൂടുതലായിട്ടും ഏറെക്കുറെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പ്രസ്ഥാനമാണ് ഫിലിം സൊസൈറ്റി പ്രസ്ഥാനം. അപ്പൊ ഇനി ഭാവിയിൽ ഈ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിന് എന്താണ് ചെയ്യാൻ, ഇത് കൂടുതലായിട്ട് ജനങ്ങളിലേക്ക് ചെല്ലേണ്ട കാര്യമുണ്ടോ, അല്ലെങ്കിൽ അതിന് വല്ല പ്രസക്തിയുണ്ടോ? ഭേദപ്പെട്ട സിനിമകൾ ആളുകൾ കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കാണിക്കാനുള്ള ഏക മാർഗം ഫിലിം സൊസൈറ്റി ആയിരുന്നു. ഇപ്പൊ അതല്ല. ഇപ്പൊ ഒരുപാട് സൗകര്യങ്ങൾ വേറെ ഉണ്ട്. ഇപ്പൊ പിന്നെ പല ചാനലുകളിൽ, നമ്മുടെ ചാനലുകളല്ല, വിദേശത്തുള്ള ചാനലുകളിൽ പലയിടത്തും ഈ ഭേദപ്പെട്ട സിനിമകൾ കാണിക്കുന്നുണ്ട്. അതുകൂടാതെ ഫിലിം ഫെസ്റ്റിവലുകൾ, ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ഫിലിം ഫെസ്റ്റിവൽ
ഒരുപാട് ചെറുപ്പക്കാരെ ഇത് ആകർഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിന് അവരുടെ മുകളിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കും. അവരാദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ വ്യത്യാസമായിട്ടുള്ള പടങ്ങൾ കാണുന്നത്. ഇവിടെ വന്നിരിക്കുന്നവരൊക്കെ ചില നായകനെ കടുപ്പ് വിസിലടിക്കുകയൊക്കെ ചെയ്യുന്ന തരത്തിലുള്ള പിള്ളേരൊക്കെയാണ് വന്നിരുന്ന് തുടങ്ങുന്നത്. അവർ ചിലപ്പോൾ മാറും കുറച്ച് കഴിയുമ്പോൾ. ഒരു കുറച്ച് ഈ സിനിമ എന്ന് പറയുന്നത് പിന്നെ ഒരു അവർക്ക് ഇഷ്ടപ്പെട്ട നായകനെ കാണാനുള്ള ഒരു വഴിയായിട്ട് മാത്രമല്ല, കുറച്ച് കഴിയുമ്പോൾ മെച്യൂരിറ്റി ഉറപ്പുണ്ട്. അതാണ് ഉദ്ദേശമെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഫെസ്റ്റിവൽസിൽ ഈ തിയേറ്ററിൽ കാണുന്ന പോപ്പുലർ സിനിമയൊക്കെ ഇതിനകത്തേക്ക് ആളെ കൂട്ടാൻ വേണ്ടി ഇൻക്ലൂഡ് ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ട്? അതിന്റെ ക്വാളിറ്റി പോകില്ല. ഒരു കാരണവശാലും പാടില്ല. അത് വളരെ സിനിമ എന്നുള്ള നിലയിൽ അങ്ങേറ്റത്തെ ഔന്നത്യത്തിലെത്തിയ സിനിമകളാണ് ഫെസ്റ്റിവൽ കാണിക്കേണ്ടത്. ഫെസ്റ്റിവൽ ഉദ്ദേശം അതാണ്. പോപ്പുലാരിറ്റിക്ക് വേണ്ടി തിയേറ്ററുകളിൽ വേറെ പടങ്ങളുണ്ട്, ഇഷ്ടംപോലെ പടങ്ങളുണ്ട്. അത് ഇവിടെ കൊണ്ട് കാണിക്കേണ്ട ആവശ്യം.